ഹലോ ഫ്രണ്ട്സ്, ലേൺ വിത്ത് ആദിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ ഡോക്ടർ കെ നാം മസ്ദൂർ കാ പത്ര എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രശസ്ത ജർമ്മൻ സാഹിത്യകാരനായ ബർത്തോൾഡ് ബ്രേക്റ്റ് എഴുതിയ കവിതയാണ് ഡോക്ടർ കെ നാം മസ്ദൂർ കാ പത്ര. ഈ കവിതയിൽ തൊഴിലാളി വർഗം നേരിട്ടുകൊണ്ടിരിക്കുന്ന ദാരിദ്ര്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കവിതയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കാദ്യം എഴുത്തുകാരനെ പരിചയപ്പെടാം. बर्तोल्ड ब्रेख्त का जन्म जर्मनी के ഓങ്സ്ബർഗ് में 1898 में हुआ था. ബർത്തോൾഡ് ബ്രേഖ്ത് ജനിക്കുന്നത് 1898 ജർമ്മനിയിലെ ഓങ്സ്ബർഗിലാണ്. അംഗ്രേസി ഓർ ചീനി സാഹിത്യമേ, ഇംഗ്ലീഷ് അതുപോലെ തന്നെ ചൈനീസ് സാഹിത്യങ്ങളിൽ ആ ബഹുത്ത് രുചി രഖ്തേ थे. അദ്ദേഹത്തിന് വളരെ താല്പര്യമായിരുന്നു. आपने നിബന്ധ്, നാടക്, കവിത ആദി അനേക് വിധാവുമേ രചനായേ കി. അദ്ദേഹം ഒരുപാട് ഉപന്യാസങ്ങളും നാടകങ്ങളും കവിതകളും എഴുതിയിട്ടുണ്ട്. ആപ് പ്രമുഖ സമാജ് ദാർശനിക് ഭീ ഥേ. അദ്ദേഹം പ്രശസ്തനായ ഒരു തത്വചിന്തകൻ കൂടിയായിരുന്നു. 1956 അഗസ്റ്റ് 14 को आपका देहांत हुआ. 1956 ഓഗസ്റ്റ് മാസം 14 തീയതി അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. എഴുത്തുകാരനെ പരിചയപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് കവിതയിലേക്ക് കടക്കാം. കവിതയുടെ പേരാണ് ഡോക്ടർ കെ നാം മസ്ദൂർ കാ പത്ര. ഡോക്ടർ കെ നാം മസ്ദൂർ കാ പത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർക്കുള്ള തൊഴിലാളികളുടെ കത്ത് എന്നാണ് അർത്ഥം. പേര് പോലെ തന്നെ ഒരു ഡോക്ടറോട് തൊഴിലാളികൾ തങ്ങളുടെ പ്രശ്നങ്ങൾ വിവരിക്കുന്നത് പോലെയാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. കവിത ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. हमें मालूम है अपनी बीमारी का कारण. वो एक छोटा सा शब्द है जिसे सब जानते हैं पर कहता कोई नहीं. हमें मालूम है, ഞങ്ങൾക്കറിയാം. അപ്നി ബീമാരി കാ കാരൺ, തങ്ങളുടെ അസുഖത്തിൻ്റെ കാരണം. ബീമാരി എന്ന് പറഞ്ഞാൽ അസുഖം എന്നാണ് അർത്ഥം. വോ ഏക് ഛോട്ടാ സാ ശബ്ദ് ഹെ, അത് ചെറിയൊരു വാക്കാണ്. ശബ്ദ് വാക്ക്. ജിസെ സബ് ജാൻതേ ഹെ, അതെല്ലാവർക്കും അറിയാം. പർ കെഹത്താ കോയി നഹി, പക്ഷെ അതാരും പറയുന്നില്ല. ഈ വരികളിൽ തൊഴിലാളികളുടെ അസുഖത്തിൻ്റെ കാരണമായി പറയുന്ന ആ ഒരു ചെറിയ വാക്ക് ദാരിദ്ര്യമാണ്. ഈ ഒരു പ്രശ്നം എല്ലാവർക്കും അറിയാമെങ്കിലും ആരും തന്നെ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടി തയ്യാറാവുന്നില്ല. ജബ് ബീമാർ പഡ്തേ ഹെ തോ ബതായാ ജാതാ ഹെ ഫിർ തുമി ഹമേ ബച്ചാ സക്തേ ഹോ. जनता के पैसे से बने बड़े बड़े मेडिकल कॉलेजों में खूब सारा पैसा खर्च करके 10 साल तक डॉक्टरी की शिक्षा पाई है तुमने. जब बीमार पड़ते हैं, അസുഖം വരുമ്പോൾ, तो बताया जाता है, പറയപ്പെടുന്നു. സിർഫ് തുമി, നിങ്ങൾക്ക് മാത്രമേ, ഹമേ ബച്ചാ സക്തേ ഹോ, ഞങ്ങളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെ ബ്രാക്കറ്റിനുള്ളിൽ ഡോക്ടർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തൊഴിലാളികൾ ഡോക്ടറോടാണ് പറയുന്നത്. ജനതാക്കെ പേസേ സേ ബനെ, ജനങ്ങളുടെ പണം കൊണ്ട് നിർമ്മിച്ച ബഡേ ബഡേ മെഡിക്കൽ കോളേജോമേ, വലിയ വലിയ മെഡിക്കൽ കോളേജുകളിൽ ഖൂബ് സാര പേസ ഖർച്ച് കർക്കെ, ഖൂബ് സാര ഒരുപാട്, പേസ ഖർച്ച് കർക്കെ പൈസ ചിലവഴിച്ചാണ് 10 സാൽ തക് 10 വർഷം വരെയുള്ള ഡോക്ടറി കി ശിക്ഷ പായി ഹെ തുമ്നെ, മെഡിക്കൽ വിദ്യാഭ്യാസം നിങ്ങൾ നേടിയത്. തബ് തോ തും ഹമേം അവശ്യ അച്ഛാ കർ സക്കോഗെ. ക്യാ സച്മുച്ച് തും ഹമേ സ്വസ്ഥ കർ സക്തേ ഹോ. തബ് തോ തും, അപ്പോൾ നിങ്ങൾക്ക്, ഹമേ ഞങ്ങളെ, അവശ്യ ഉറപ്പായിട്ടും, അച്ഛാ കർ സക്കോഗെ സുഖപ്പെടുത്താൻ സാധിക്കും. ക്യാ സച്മുച്ച് തും ഹമേ സ്വസ്ഥ കർ സക്തേ ഹോ, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഞങ്ങളെ ആരോഗ്യവാന്മാരാക്കാൻ സാധിക്കുമോ. സാധാരണ നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാരോടാണ് നമ്മൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറയാറുള്ളത്. ഇവിടെ തങ്ങളുടെ രോഗകാരണത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ തൊഴിലാളികൾ ഡോക്ടറോട് ആവശ്യപ്പെടുന്നു. ഇതിലൂടെ ഈ ഒരു പ്രശ്നത്തെ സമൂഹത്തിന് മുന്നിൽ വരച്ചു കാണിക്കാനാണ് കവി ശ്രമിക്കുന്നത്. നമുക്ക് അടുത്ത സ്റ്റാൻസ നോക്കാം. തുമാരേ പാസ് ആത്തെ ഹെ ജബ് ബദൻ പർ ബचे ചിതड़े खींच कर कान लगाकर सुनते हो तुम हमारे नंगे जिस्मों की आवाज खोजते हो कारण शरीर के भीतर पर अगर एक नज़र शरीर के छिदड़ों पर डालो तो वे शायद तुम्हें ज़्यादा बता सकेंगे
क्यों किस बीट जाते हैं हमारे शरीर और कपड़े തുമാരെ പാസ് ആത്തെ ഹേ ജബ് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ എങ്ങനെ ബദൻ പർ ബച്ചെ ബദൻ എന്ന് പറഞ്ഞാൽ ശരീരമാണ് ബദൻ പർ ബച്ചെ ശരീരത്തിൽ അവശേഷിച്ച ചിതടെ ഖീഞ്ച് കർ പഴകിയ തുണിയുമായി ചിതട എന്ന് പറഞ്ഞാൽ പഴകിയ തുണി എന്നാണ് അർത്ഥം ഇവിടെ ഉദ്ദേശിക്കുന്നത് ദരിദ്രരായ തൊഴിലാളികൾ അവരുടെ ശരീരത്തിൽ അവശേഷിക്കുന്ന കീറിയ പഴയ വസ്ത്രങ്ങളുമായി ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകുമ്പോൾ കാൻ ലഗാക്കർ സുൻതേ ഹോ തും കാൻ ലഗാക്കർ സുന്ന എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കുക എന്നാണ് കാൻ ലഗാക്കർ സുൻതേ ഹോ തും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാറുണ്ടോ ഹമാരെ നംഗേ ജിസ്മോ കി ആവാസ് ഹമാരെ ഞങ്ങളുടെ നംഗേ നഗ്നമായ ജിസ്മോ കി ശരീരങ്ങളുടെ ആവാസ് ശബ്ദം ഇവിടെ തൊഴിലാളികൾ ഡോക്ടറോട് ചോദിക്കുകയാണ് ഞങ്ങൾ രോഗികളായി നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ഞങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ടോ പകരം ഡോക്ടർമാർ എന്താണ് ചെയ്യുന്നത് ഖോജ്തേ ഹോ കാരണം അന്വേഷിക്കുന്നു ശരീർ കെ ഭീത്തർ ശരീരത്തിനുള്ളിൽ സാധാരണ നമ്മൾ രോഗവുമായി ഡോക്ടറെ കാണാൻ പോകുമ്പോൾ അവർ ശരീരത്തിനകത്തുള്ള രോഗകാരണമാണ് കണ്ടെത്തുന്നത് എന്നാൽ ഇവിടെ തൊഴിലാളികളുടെ രോഗത്തിൻ്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് ദാരിദ്ര്യമാണ് ഈയൊരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാനാണ് തൊഴിലാളികൾ ആഗ്രഹിക്കുന്നത് അടുത്ത വരി നോക്കാം പർ അഗർ ഒരു പക്ഷേ ഏക് നസർ ഒരു നോട്ടം ശരീർ കെ ശരീരത്തിലെ ചിത്തഡോ പർ ഡാലോ പഴന്തുണികളിലേക്ക് നോക്കൂ തോ വേ ഷായദ് ഒരു പക്ഷേ അവയ്ക്ക് തുമേ നിങ്ങൾക്ക് ജ്യാദാ ബത്താ സക്കേങ്കി കൂടുതൽ മനസ്സിലാക്കി തരാൻ സാധിക്കുമായിരിക്കും ക്യോം എന്തുകൊണ്ട് കിസ് പിറ്റ് ജാത്തേ ഹെ തേഞ്ഞു പോകുന്നു ഹമാരെ ഞങ്ങളുടെ ശരീർ ഓർ കപ്പടെ ശരീരവും വസ്ത്രങ്ങളും ഇവിടെ ചിത്തഡ അതായത് തൊഴിലാളികളുടെ പഴകിയ വസ്ത്രങ്ങൾ ദാരിദ്ര്യത്തിൻ്റെ പ്രതീകമാണ് ഈ വരികളിൽ തൊഴിലാളികൾ ഡോക്ടറോട് പറയുന്നു ഞങ്ങളുടെ കീറിയ വസ്ത്രങ്ങളിലേക്കും മെലിഞ്ഞൊട്ടിയ ശരീരത്തിലേക്കും ഒന്ന് നോക്കൂ ഞങ്ങളുടെ രോഗത്തിൻ്റെ കാരണം ദാരിദ്ര്യമാണെന്ന് അവ നിങ്ങൾക്ക് പറഞ്ഞു തരും അടുത്ത വരി तुम कहते हो कंधे का दर्द टीसता है नमी और सीलन की वजह से डॉक्टर तुम ही बताओ यह सीलन कहाँ से आई തൊഴിലാളികൾ പറയുന്നു തും കെഹത്തെ ഹോ നിങ്ങൾ പറയുന്നു കന്തേക്ക ദർദ് കന്ത എന്ന് വെച്ചാൽ തോളാണ് കന്തേക്ക ദർദ് തോളിലെ വേദന ടീസ്താ ഹെ കുത്തി നോവിക്കുന്നു നമി ഓർ സീലൻ കി വജസെ നമി എന്ന് പറഞ്ഞാൽ നനവാണ് സീലൻ ഈർപ്പം നമി ഓർ സീലൻ കി വജസെ നനവും ഈർപ്പവും കാരണം അതായത് തൊഴിലാളികൾ തോൾവേദനയുമായി ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ ഡോക്ടർമാർ പറയുന്നു അത് നനവ് കാരണവും ഈർപ്പം കാരണവുമാണ് വന്നത് ഡോക്ടർ തുമി ബത്താവോ ഡോക്ടർ നിങ്ങൾ തന്നെ പറഞ്ഞു തരൂ യേ സീലൻ ഈ ഈർപ്പം കഹാസയായി എവിടെ നിന്നാണ് വന്നത് ഈ വരികളിൽ നമി ഓർ സീലൻ നനവും ഈർപ്പവും തൊഴിലാളികളുടെ അധ്വാനത്തിനെയും വിയർപ്പിനെയുമാണ് സൂചിപ്പിക്കുന്നത് बहुत ज्यादा काम और बहुत कम भोजन ने दुबला कर दिया है हमें नुस्खे पर लिखते हो और वजन बढ़ाओ ये तो वैसा ही है दलदली घास से कहो कि वो खुश्क रहे बहुत ज्यादा काम ഒരുപാട് ജോലികളും ഓർ ബഹുത് കം ഭോജനെ വളരെ കുറച്ച് ഭക്ഷണവുമാണ് ദുബല കർദിയ ഹേ ഹമേ ഞങ്ങളെ മെലിഞ്ഞവരാക്കി മാറ്റിയത് ദുബല മെലിഞ്ഞത് ഇവിടെ തൊഴിലാളികൾ തങ്ങളുടെ ജീവിതത്തിൻ്റെ സത്യാവസ്ഥ ഡോക്ടറോട് പറയുകയാണ് തങ്ങളുടെ അസുഖത്തിൻ്റെ കാരണം ജോലി കൂടുതലും ഭക്ഷണക്കുറവുമാണെന്ന് അവർ ഡോക്ടറോട് പറയുന്നു അടുത്ത വരി നോക്കാം നുസ്ഖേ പർ ലിഖ്തേ ഹോ നുസ്ഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാർ മരുന്നിൻ്റെ പേരൊക്കെ കുറിച്ച് തരുന്ന കുറിപ്പിനെയാണ് നുസ്ഖ എന്ന് പറയുക അതിൽ ലിഖ്തേ ഹോ എഴുതുന്നു ഓർ വസൻ ബടാവോ വീണ്ടും ഭാരം കൂട്ടും യേ തോ വൈസാ ഹി ഹെ ദൽദലി ഘാസെ കഹോ കി വോ ഖുഷ്ക് രഹെ ഇത് ചതുപ്പിലെ പുല്ലിനോട് ഉണങ്ങാൻ പറയുന്നത് പോലെയാണ് ദൽദൽ എന്ന് പറഞ്ഞാൽ ചതുപ്പാണ് ഘാസ് പുല്ല് ഖുഷ്ക് രഹ്ന ഉണങ്ങുക ചതുപ്പിൽ ജലാംശം കൂടുതലുള്ളത് കാരണം ചതുപ്പിൽ നിൽക്കുന്ന പുല്ലിന് ഉണങ്ങാൻ സാധിക്കില്ല അതുപോലെ തന്നെയാണ് തൊഴിലാളികളോട് ഭാരം കൂട്ടാൻ പറയുന്നതും രണ്ടും നടക്കാത്ത കാര്യമാണ് അമിതമായ ജോലികൾ ചെയ്യേണ്ടി വരുന്ന തൊഴിലാളി വർഗത്തിന് വേണ്ടത്ര ഭക്ഷണമോ വരുമാനമോ ലഭിക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ഭാരം കൂട്ടേണ്ടത് എന്ന് തൊഴിലാളികൾ ഡോക്ടർമാരോട് ചോദിക്കുന്നു
അടുത്ത വരി നോക്കാം. डॉक्टर तुम्हारे पास कितना वक्त है हम जैसों के लिए? क्या हमें मालूम नहीं तुम्हारे घर के एक कालीन की कीमत 5,000 മരീസോ से मिली फीस के बराबर है. തൊഴിലാളികൾ ഡോക്ടർമാരോട് ചോദിക്കുന്നു, ഡോക്ടർ തുമാരെ പാസ് കിത്തനാ വക്ത് ഹെ, തുമാരെ പാസ് നിങ്ങളുടെ പക്കൽ, കിത്തനാ വക്ത് ഹെ എത്ര സമയമുണ്ട്, ഹം ജേസോ കെ ലിയെ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് വേണ്ടി. അതായത് തൊഴിലാളികളെ പോലെയുള്ള പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും ഡോക്ടർമാരുടെ പക്കൽ സമയമുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. ക്യാ ഹമേ മാലൂം നഹി ഞങ്ങൾക്കറിയില്ലേ, തുമാരെ ഘർക്കെ നിങ്ങളുടെ വീട്ടിലെ, ഏക് കാലീൻ കി ഒരു പരവതാനിയുടെ, കീമത് വില, 5,000 മരീസോ സെ 5,000 രോഗികളിൽ നിന്ന്, മിലി ലഭിച്ച, ഫീസ് കെ ബരാബർ ഹെ ഫീസിന് തുല്യമാണത്. ചില ഡോക്ടർമാരുടെ ആഡംബരപൂർണമായ ജീവിതത്തിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്ത വരി നോക്കാം. ബേശക് തും കഹോഗെ ഇസ്മേം ഹമാരാ കോയി ദോഷ് നഹി, ഹമാരെ ഘർ കെ ദീവാർ പർ ഛായി സീലൻ ഭി യഹി കഹാനി ദോഹരാതി ഹെ. ബേശക് യാതൊരു സംശയവും കൂടാതെ, തും കഹോഗെ നിങ്ങൾ പറയും, ഇസ്മേം ഹമാരാ കോയി ദോഷ് നഹി ഇതിൽ ഞങ്ങൾ തെറ്റൊന്നും കാണുന്നില്ല, ഹമാരെ ഘർ കി ഞങ്ങളുടെ വീട്ടിലെ, ദീവാർ പർ ചുമരുകളിൽ, ഛായ് വ്യാപിച്ച, സീലൻ ബി ഈർപ്പം വരെ, യഹി കഹാനി ദോഹരാതി ഹെ ഇതേ കഥയാണ് ഉരുവിടുന്നത്. ഇവിടെ തൊഴിലാളികൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ആഡംബരം നിറഞ്ഞ ഡോക്ടർമാരുടെ ജീവിതത്തിനെയാണ്. ഇവർ പറയുന്നതനുസരിച്ച് 5,000 രോഗികളിൽ നിന്നും ലഭിച്ച ഫീസ് ഇവർ കാൽച്ചുവട്ടിൽ ചവിട്ടാൻ ഉപയോഗിക്കുന്ന പരവതാനിക്ക് വരെ ചെലവാക്കുന്നുണ്ട്. ഡോക്ടർമാരുടെ ആയിരക്കണക്കിന് രോഗികളിൽ തങ്ങളെ കണ്ടില്ല എന്ന് നടിക്കരുതെന്നും തങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും ഇവിടെ തൊഴിലാളികൾ അപേക്ഷിക്കുന്നു. അവസാനത്തെ സ്റ്റാൻസ് നോക്കാം. ഹമേ മാലൂം ഹെ അപ്നി ബീമാരി കാ കാരൺ വ ഏക് ഛോട്ടാ സാ ശബ്ദ ഹെ ജിസെ സബ് ജാനത്തെ ഹെ पर कहता कोई नहीं वो है गरीबी. കവി ഈ വരികൾ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. ഹമേ മാലൂം ഹെ ഞങ്ങൾക്കറിയാം, അപ്നി ബീമാരി കാ കാരൺ ഞങ്ങളുടെ രോഗകാരണം, വോ ഏക് ഛോട്ടാ സാ ശബ്ദ ഹെ അത് ചെറിയൊരു വാക്കാണ്, ജിസേ സബ് ജാനത്തെ ഹെ അതെല്ലാവർക്കും അറിയാം, പർ കെഹ്താ കോയി നഹി അതിനെക്കുറിച്ച് ആരും തന്നെ സംസാരിക്കുന്നില്ല, വോ ഹെ ഗരീബി ആ വാക്കാണ് ഗരീബി അതായത് ദാരിദ്ര്യം. ബർത്തോൾഡ് ബ്രേക്റ്റിന്റെ ഈ കവിത ഡോക്ടർമാർക്കുള്ള തൊഴിലാളി വർഗത്തിന്റെ കത്താണ്. നിർഭാഗ്യവശാൽ ഭാരതത്തിലെ തൊഴിലാളി വർഗത്തിന്റെ അവസ്ഥ തികച്ചും ദയനീയമാണ്. ഇവരുടെ ജീവിതം ഇല്ലായ്മകളാൽ നിറഞ്ഞതാണ്. ഈ കവിതയിലൂടെ കവി തൊഴിലാളി വർഗത്തിന്റെ യഥാർത്ഥ അവസ്ഥയിലേക്ക് വിരൽ ചൂണ്ടാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയുമായി ഞാൻ വൈകാതെ തന്നെ വരുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മീ ആദി സൈനിങ് ഓഫ്.